ലൈവില് പൊരിഞ്ഞടിയാണ് കേട്ടോ ഇപ്പോൾ നടക്കുന്നത്. ഫുഡ് കറക്റ്റ് സമയത്ത് ഉണ്ടാക്കി കൊടുത്താലും പ്രശ്നം, ഫുഡ് കറക്റ്റ് സമയത്ത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും പ്രശ്നം. സത്യത്തിൽ ഇവരൊക്കെ പട്ടിണി കിടക്കണം നല്ലത്. ഇപ്പോൾ കറക്റ്റ് സമയത്ത് ഫുഡൊക്കെ കിട്ടിയോ, ഒരു കറിയൊന്നും കേട്ടോ, 1-2 കറികളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോഴതാ കൂടുതൽ വേണം, കുറവായി പോയി, ചോറ് കുറഞ്ഞു പോയി, ചോറ് കൂടിപ്പോയി എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ വഴക്ക് കിടക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോൾ അല്പസമയം മുമ്പ് കിച്ചണിൽ ഒരു വഴക്കുണ്ടായിരുന്നു. ഈ വഴക്ക് തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രോമോയിൽ ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചത്. ഇന്നത്തെ പ്രോമോ കണ്ടപ്പോൾ ഞാൻ കരുതിയത് ഇന്നൊന്നും നടന്നിട്ടില്ല, ഇത് മാത്രമാണോ നടന്നിരിക്കുന്നത്. ബിഗ് ബോസ് താരതമ്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടാവുക. ഒരു പക്ഷേ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന അതേ സംഭവം തന്നെ ഈ ആഴ്ചയിൽ നടന്നിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നിവിനും അക്ബറും ആര്യനൊക്കെ കൂടി കിച്ചണിൽ എന്ത് ചെയ്തുവോ അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. ലൈവ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അനുമോള് കുക്ക് ചെയ്യുന്നു, ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പിന് വേണ്ടി പലരെയും വിളിക്കുന്നുണ്ട്. അതിൽ തേങ്ങ ചിരവി കൊടുക്കാനൊക്കെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത് സാബുമാനാണ് കേട്ടോ. അതിലെ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ പിടിച്ച് ശരിയാവാത്തതുകൊണ്ട് അനുമോള് തന്നെ വന്ന് പിടിക്കുന്നു, പച്ചക്കറി അരിയുന്നു. പച്ചക്കറിയായിട്ട് പ്രത്യേകിച്ചൊന്നുമല്ല, സവാളയൊക്കെയാണ് ഉള്ളത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു വെളുത്തുള്ളി അതൊക്കെ അനുമോള് അരിയുന്നുണ്ട്. അതിലിനെ വിളിച്ചിട്ട് അതിൽ വരുന്നില്ല. ഇന്നലെ മുതലേ അതിലിനെ വിളിക്കുന്നുണ്ട്, പക്ഷെ അതിൽ വരുന്നില്ല. നമ്മൾ കണ്ടല്ലോ അതൊക്കെ. സാബുമാനാണ് കറി കുറഞ്ഞു പോയി എന്നുള്ളൊരു കാര്യം ഹൈലൈറ്റ് ചെയ്തത്. സാബുമാന് ചോറ് കുറവാണ് സാധാരണ കഴിക്കാറ്, കറികളാണെങ്കിൽ കൂടുതലും കഴിക്കും. പ്രോട്ടീൻ കുറച്ച് കൂടുതൽ ഇരിക്കട്ടെ എന്ന് കരുതിയിട്ടായിരിക്കാം ചോറ് കുറവുള്ളവർക്ക് കറി കുറച്ച് കൊടുക്കുള്ളൂ എന്ന് അനുമോൾ അങ്ങോട്ട് തീരുമാനിച്ചു. സാബുമാൻ ചോദിച്ചു, ഇതെന്താ എനിക്ക് കറി കുറവ്, എനിക്ക് കുറച്ചുകൂടി വേണം. അത് ഏറ്റുപിടിച്ചുകൊണ്ട് അതിലെത്തി. ഒരുപക്ഷെ കൺഫെഷൻ റൂമിൽ ബിഗ് ബോസ് പറഞ്ഞു വിട്ടതായിരിക്കും. എന്തോ അനുമോൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ തിരിച്ച് നല്ലൊരു കോണ്ടന്റ് ഉണ്ടാക്കുക, അനുമോളെ നെഗറ്റീവ് അടിപ്പിക്കാൻ വേണ്ടി ബിഗ് ബോസിൻ്റെ ട്രെയിനിങ് ആണോ എന്ന് പോലും നമുക്ക് സംശയിക്കേണ്ടി വരും. ഒരു ആവശ്യമില്ലാതെയാണ് അതിലൊക്കെ ഇടപെടുന്നത്. അതിൽ പറയുന്നു സാബുമാൻ ചോറ് കുറവുള്ളവർക്ക് കറി കുറച്ചാൽ കൊടുത്താൽ മതി എന്നുള്ളത് എവിടുത്തെ നിയമമാണ്. എല്ലാവർക്കും കൊടുക്കുന്ന പോലെ തന്നെ കറി കൊടുക്കണം എന്ന്. ഒരു വെച്ച പാത്രത്തിൽ ചോറ് കുറച്ചധികം കൂടുതലുണ്ട്. രണ്ടാമത് ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ട് കറിയും അനുമോളും മാറ്റി വെച്ചു. ആ കറിക്ക് വേണ്ടിയിട്ടാണ് ഈ അടിപിടി. ഇതിലെവിടെയാണ് അനുമോളുടെ തെറ്റെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ ലൈവിൽ എല്ലാവരും പറയുന്നത് അനുമോളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന്. അനുമോൾ ഒച്ചുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നു, അനുമോൾ വിളമ്പി കൊടുക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അതിലെ വിളിച്ചപ്പോൾ അതിൽ വന്നില്ല. അതുകൊണ്ട് തന്നെ വിളമ്പി കൊടുക്കാൻ പോയപ്പോൾ അതിലെടുത്ത് അനുമോൾ പറഞ്ഞു, വേണ്ട ഞാൻ ചെയ്തോളാന്ന്. ഇത്രയൊക്കെ എനിക്ക് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതും എനിക്ക് ചെയ്യാമെന്ന്. അതിലെവിടെയാണ് അനുമോളുടെ ഭാഗത്ത് തെറ്റുള്ളത്? എല്ലാം കഴിഞ്ഞു, കൈ കഴുകി ഇതാ വിളമ്പി കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. അതിപ്പോൾ ആരായാലും അങ്ങനെ തന്നെ പറയത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചോറ് കുറവെടുക്കുന്നവർക്ക് കുറച്ച് കറിയാണ് കൊടുത്തിരിക്കുന്നതെന്ന്. അതായത് ആ ചോറ് കഴിക്കാൻ മാത്രമുള്ള കറിയാണ് അനുമോളോട് ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. നമുക്ക് പ്രോട്ടീൻ വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഉള്ളത് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി ഇരിക്കേണ്ടി വരും. അവിടെ ഉള്ള അനുസരിച്ച് ഫുഡ് കഴിക്കുന്ന ചോറ് പച്ചയ്ക്ക് കഴിക്കാതെ കറി കൂട്ടി കഴിക്കാൻ പാകത്തിനുള്ള കറി കിട്ടിയിട്ടുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. അല്ലാതെ ചോറ് കുറച്ചിട്ട് പ്രോട്ടീൻ കൂടുതൽ കഴിക്കാൻ വേണ്ടി പയർ കൂടുതൽ വേണമെന്നൊക്കെ പറയുന്നത്, നമ്മൾ ബിഗ് ബോസ് വീട്ടിലാണ് വന്നിരിക്കുന്ന സാബുമാൻ. അതുകൊണ്ട് തന്നെ ചോറ് കുറവ് കിട്ടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കറി കൂടുതൽ വേണമെന്നൊന്നും പറയാൻ പറ്റില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ സാബുമാനെ ഉണ്ടായ ഈ ഒരു പ്രശ്നം. അതിലൊക്കെയാണ് ഭയങ്കര പ്രശ്നമായിരിക്കുന്നത് കേട്ടോ. ഇതെല്ലാം തുടക്കം മുതലേ കണ്ടുകൊണ്ടിരുന്ന അനീഷ് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ ഇത് കണ്ടിട്ടാണോ സംസാരിക്കുന്നത്? ഇവിടെ ഒരു ആവശ്യമില്ലാത്തൊരു പ്രശ്നം ഉണ്ടാക്കിയതായിട്ടാണ് എനിക്ക് തോന്നിയത്. അതേ അഭിപ്രായം തന്നെയാണ് എനിക്ക്. വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കിയൊരു പ്രശ്നം. ചോറ് രണ്ടാമത് ആൾക്കാർ ചോദിച്ചു, കൊടുത്തു, അവർക്ക് കറി എവിടെ? ഇവർ പറയുന്നത് ചോറ് രണ്ടാമത് ചോദിക്കുന്നവർ കറി ബാക്കി വെച്ചിട്ടായിരിക്കും ചോദിക്കാന്ന്. ഇവൻ അവരുടെ കയ്യിൽ കറി ബാക്കിയില്ലെങ്കിൽ കറി അനുമോളോടെ ചോദിക്കുള്ളൂ, എന്ത് ചെയ്യുന്നത്, പച്ചച്ചോറ് കഴിക്കണോ, കറി കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വേറൊരു പ്രശ്നം ഉണ്ടാക്കും. റേഷൻ ഉണ്ടായിട്ടും ഞങ്ങളെ പട്ടിണി കിട്ടുമെന്ന് വരെ പറഞ്ഞേക്കാം. ഇതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കാം. എന്തോ അനുമോളെ എല്ലാവരും കൂടി ലൈവിൽ വലിച്ചു കയറാണ്. ആ സമയത്ത് അവിടെ സന്തോഷിച്ചിരിക്കുന്നത് നിവിനാട്ടോ. നിവിൻ പറയുന്നുണ്ട്, ആഹാ ഞാൻ കയറട്ടെ, അടുക്കളയിൽ ഞാൻ കയറട്ടെ എന്ന്. കാരണം കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവത്തിൻ്റെ അത് റിലേറ്റ് ചെയ്യാനൊക്കെ അവർ നോക്കുന്നുണ്ട്. പക്ഷെ അതും ഇതും തമ്മിൽ ആനയുറുമ്പും പോലുള്ള വ്യത്യാസമുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് കേട്ടോ. കിച്ചണിൽ നിന്ന് അനുമോൾ ഇറങ്ങാൻ പോവാന്ന് പറയുന്നു. കിച്ചണിൽ നിന്ന് അനുമോൾ ഇറങ്ങിയിട്ട് വെസലിലേക്ക് ഇടാൻ പോവാന്ന് നൂറ പറയുന്നു. എന്തായാലും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടക്കുകയെന്ന്. എന്തൊക്കെയാണെങ്കിലും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, അനുമോള് നിവിനെ വിശ്വസിച്ചാലും ആദിലേനെ നൂറയും വിശ്വസിക്കരുത്. അവർ അനുമോളുടെ കൂടെ നിന്ന് ചതിക്കുന്നവർ. അനുമോളുടെ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ അവർ ഇത്രയും ദിവസമെങ്കിലും അവിടെ എത്തിയത്. ഇത്രയും ദിവസം എത്തിയിട്ട് ഇപ്പോൾ ഇതാ ഭയങ്കര ഡിസ്കഷനും കാര്യങ്ങളൊക്കെ വന്നിട്ട് ഇപ്പം അനുമോളുടെ തലയിലിട്ട് തന്നെ കൊത്തുന്ന രീതിയിലുള്ള കളികളുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം ഇത് എവിടം വരെയൊക്കെ എങ്ങനെയൊക്കെ പോകുന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളും നമ്മുടെ ഈ ചാനലിലുണ്ടാവും കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.